മിടുമിടുമിടുക്കൻ മുയലച്ചൻ മടി മടി മടിയൻ മറയാമ അടിപിടി കൂടി ഒരു നാളിൽ കഥയിതു കാട്ടിൽ പാട്ടായി. ആർക്കാടാ ഇത്രയും വലിയ സംശയം? ആ ഓട്ടക്കാരൻ മുയൽ ഓടി തോൽപ്പിച്ചത് ഞാൻ തന്നെയാ. അങ്ങനെയുള്ള എനിക്കല്ലാതെ പിന്നെ ആർക്കാ ഇവിടെ ഈ മോട്ടിവേഷൻ ക്ലാസ് തുടങ്ങാനുള്ള അർഹത? പറയാമേ, നീ സൂപ്പറാ, നിന്നെ കൊണ്ട് സാധിക്കും. കാക്കേ കാക്കേ കൂടവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞുണ്ട്, പക്ഷെ ആരെന്റെ കുഞ്ഞാന്നുള്ളൂ. എന്റെ സ്ഥലത്ത് വന്നിട്ട് കച്ചറ ഉണ്ടാക്കി. അതല്ല കുയില് രാവിലെയൊക്കെ എന്റെ കൂട്ടിൽ വന്ന് മുട്ടിട്ട് കയറി പോകും. ആ പിന്നെ നാട്ടുകാരൊക്കെ ഇല്ലാത്ത പറഞ്ഞെടുക്കാൻ തുടങ്ങി. എന്തില്ലാത്ത? കണ്ട കുയിലിന്റെ പ്രതിസ്ഥാനം ഏറ്റെടുത്തോനെന്നാ പറയുന്നത്. അങ്ങനെ ഉടായ്പ വിട്ടാട്ടോ. എന്താണ് എന്ന് നേരം വൈകിട്ടാളുണ്ട് ഈ ക്ലാസ്സിലേക്ക് വരുന്നത്? മോട്ടിവേഷൻ ക്ലാസ്സിനോ? എന്താണെന്നറിയോ, എനിക്ക് അപകർഷതാബോധാ. തത്തമ്മേനി ലവ് ബേർഡ്സിന്റെ ഒക്കെ കൂടെ ഈ കരിഞ്ഞുണെങ്കിൽ ഞാൻ അങ്ങനെ ഇരിക്കുക. ഭയങ്കര അപകർഷതാബോധം. അതുകൊണ്ടാണ് എന്റെ അപകർഷതാബോധമൊക്കെ അങ്ങോട്ട് കളഞ്ഞിട്ടേ നാളെ വരുമ്പോ എന്റെ അച്ഛനെ ഇങ്ങോട്ട് പോന്നാ. അച്ഛനെ ചോദിക്കരുത്. ജനിച്ചന്നോട്ട് ഞാൻ അച്ഛനെ തെരഞ്ഞെടുക്കാം. എല്ലാരും ഒരേപോലെ അച്ഛനെ ഏതാ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അല്ലടാ, രക്ഷിതാക്കളാകുമ്പോ ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്ക് ഉണ്ടാവൂലേ? അങ്ങനെയാണ്. അച്ഛന്റെ വയറിന്റെ താഴെ 4 കാക്കാപ്പുള്ളി ഉണ്ട്, ഒന്ന് കണ്ടുപിടിച്ചേരി. അപ്പോഴേക്കും തല ഉള്ളിലേക്ക് വലിച്ച് ഈ ഉൾവലി ഒന്ന് നിർത്തിന്റെ അമ്മ എങ്ങോട്ട് വാ. എടാ, ഇത് ഉൾവലിവല്ല, എനിക്ക് ഭയങ്കര കോംപ്ലക്സാ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തമാശ പറഞ്ഞാലേ ഞാൻ ഓരോ മുന്നും തിരിച്ചിരിക്കൂല. ഞാൻ മെല്ലെ ഇതിന്റെ അകത്തേക്ക് അങ്ങോട്ട് പോയിട്ട് അതിന്റെ ഉള്ളിൽ കിടന്ന് നന്നായി പൊട്ടിച്ചിരിക്കും. പിന്നെ അതൊന്നും കാണാൻ വല്ല അഹങ്കാരത്തിൽ വന്ന് നിൽക്കുകയും ചെയ്യൂ. പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, ഞങ്ങൾ ഇങ്ങനെ ടൂറൊക്കെ പോയാലേ ഞാൻ എനിക്ക് വേറെ റൂം എടുക്കുന്നില്ല. ഞാൻ ഇതിന്റെ അകത്തേക്ക് അങ്ങോട്ട് വലിഞ്ഞവിടെ നിൽക്കും. ഇതിന്റെ അകത്തോടെ ഭക്ഷണം മാത്രല്ല, ബാറടക്കം സെറ്റാ. എന്തിന് സന്ധ്യ ആയി കഴിഞ്ഞിട്ട് DJ പാർട്ടി അടക്കല്ലേ? എന്താന്ന് ഒരൊറ്റ കാര്യമുള്ളൂടോ, ഞാൻ ഒറ്റയ്ക്ക് ആസ്വദിക്കാനുള്ളൂ എന്നുള്ളതാണ്. പിന്നെ എടാ കള്ള, എന്ത് പണിയാടാ കള്ള ചെയ്ത്? ഞാൻ കള്ളനാണ്. എന്ത് കള്ളനാണെന്നോ? എടാ പാവ അയ്യപ്പന്റെ അമ്മ ചുട്ട് വെച്ച നെയ്യപ്പെടുത്തും നീ എന്തിനാടെ കൊണ്ടേ കടലിലിട്ടാണ്? കുറെ ആൾക്കാർക്ക് ഇങ്ങനെ കള്ളത്തരം പറഞ്ഞെടുക്കുന്നുണ്ട്. ഇത് വെറുതെ പറയുന്ന കാര്യമാണ്. ഒന്നാമത്തെ കാര്യം എനിക്ക് നെയ്യപ്പം ഇഷ്ടമില്ല. വേറെ കാര്യം എന്താ വെച്ചാൽ അയ്യപ്പൻ ആരാ, അയ്യപ്പന്റെ അമ്മ ആരാ, ഇതൊന്നും എനിക്ക് അറിയാത്ത കാര്യമാണ്. പിന്നെ കടലിന്റെ മോൾ കൂടെ പറഞ്ഞേക്ക് ഛർദ്ദിക്കാനും വരും. ഞാൻ എങ്ങനെ ഇതൊക്കെ ചെയ്യാ? കാട്ട് കള്ളവർ പറഞ്ഞുണ്ടാക്കുക. ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാല് എനിക്ക് ഭയങ്കര നെഗറ്റീവ് ഉള്ള ഒരു പക്ഷിയാണ് ഞാൻ. മൊത്തം നെഗറ്റീവ്, ആൾക്കാർക്ക് ഇഷ്ടമല്ല. എന്നെ പറ്റി എന്തൊക്കെ പറയുന്ന അറിയോ? മറ്റേവര് പറയാ ആലിപ്പഴം പൂത്തപ്പോ കാക്കയ്ക്ക് വായ്പുണ്ടെന്ന്. ആലിപ്പഴം പൂത്തന് എനിക്ക് എന്താ കുഴപ്പം? എനിക്ക് ഇതുവരെ വായ്പുണ്ടൊന്നും ഉണ്ടായില്ലോ. എനിക്കാണ് ആലിപ്പഴം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇത്രയും തിന്നതാണ്. അടിച്ചുണ്ടാക്കുക ഭയങ്കര നെഗറ്റീവ്. സത്യം എന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ് ഈ ഭയങ്കര സാധനം? എന്നോട് ഞാൻ ഒരിക്കലും മിണ്ടൂല. എനിക്കൊരു സ്നേഹമില്ല എന്നോട്. സ്നേഹമില്ലാന്നോ? എന്താ കാരണം പറയും? എന്താ കാരണമെന്നോ? എടാ, ഞാൻ ഇന്നലെ ആ പാറേന്റെ മേലെ കൂടി പോകുന്ന സമയത്ത് ഞാൻ മലന്നടിച്ച് വീണു. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ആ മരത്തിന്റെ മേലെ നിൽക്കുന്നു. ഞാൻ എന്നെ എത്ര നേരം ഇങ്ങനെ വിളിച്ചു തിരിഞ്ഞ് നോക്കി എന്നെ നോക്കി. സോറി, ഞാൻ അപകടത്തിൽ കെട്ടി വിളിച്ചാ ഞാൻ ഏതോ വലിയ തമാശ ആയിട്ട് ഇങ്ങനെ മലന്നിറങ്ങി പൊട്ടിച്ചിരിക്കായിട്ട് കണ്ടപ്പോ ഇങ്ങനെയല്ലേ കാണുന്നതിനും അറിയാതെ പറ്റിപ്പോയതാട്ടോ. ചിരിയിലെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ ചെയ്ത നല്ല കാര്യം ആരും കാണുന്നില്ല. ഞാനൊരു സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. സിനിമയിലോ? പിന്നെ ഇൻഹരിയർ നഗറില് ജഗദീഷ് ഞാൻ കോമ്പോയിന് മറ്റേ പറയുന്നില്ല കാക്കത്തൂറി എന്ന് തോന്നുന്നു, മുഖത്തായില്ലല്ലോ. ആ തൂറിയ കാക്ക ഞാനാ. ജഗദീഷ് ഈ സാധനം എടുക്കുമ്പോ ജഗദീഷ് 16 റീടേക്ക് എടുത്ത് ഞാൻ ഒറ്റ ടേക്കിൽ വന്നിട്ട് പോയില്ലേ. അല്ല, അതില് മൂപ്പർക്കിനോട് ഈഗോയാണ്. ഞാൻ പടത്തിൽ ഡബ് ചെയ്യാൻ വിളിച്ചില്ല. പിന്നെ തത്തമ്മപ്പെണ്ണിന്റെ കല്യാണല്ലേ, നമുക്ക് പോണ്ടേ? കല്യാണത്തിന് ഞാനില്ല. എനിക്കാവൂല ഈ കല്യാണ വീടിന്റെ ബേക്ക് പോയി ഞാൻ ഇങ്ങനെ വേസ്റ്റ് കൊത്തി തിന്ന് ഞാൻ മടുത്തുണ്ട്. ഇനി കല്യാണ വീട്ടിൽ പോവാണെങ്കിൽ നല്ല അന്തസ്സായിട്ട് കസവിന്റെ മുണ്ട കൊടുത്ത് ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ കസാരയിലൊക്കെ ഞെളിഞ്ഞിട്ട് ഇങ്ങനെ വെട്ടി പിഴിഞ്ഞ് തിന്നണം. അപ്പൊ ചോദിക്കണം, ഒരു പപ്പടം തരുമോ, ഒരു സാമ്പാർ തരുമോ? അതിന്റെ രസം വേറെ. അല്ലാതെ ഈ കൊത്തി തിന്ന് ചുണ്ടൊക്കെ പൊട്ടി ഇൻസൾട്ടാണ് മൊത്തത്തിൽ. എന്റെ കാക്കേ, ഇൻസൾട്ട് ആണ് കാക്കേ ലോകത്തെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. മികച്ച നടനായി തിരഞ്ഞെടുക്കുന്നു വെള്ളം. ഞാൻ കുറെ കണ്ടതാ. പണ്ടാ വെള്ളത്തിൽ കല്ലിട്ട് കുട്ടിക്കുകയും ചെയ്തതാ. ആ കുട്ടിക്കാർ സ്വന്തമായിട്ട് മോട്ടിവേഷൻ കൊണ്ടാ. എടാ അതല്ല, ഇതെല്ലാം പറയുന്ന ആരും അംഗീകരിക്കുന്നില്ല. എനിക്ക് ആൾക്കാരെ ഇംപ്രഷൻ ചെയ്യിക്കണം. എന്നാ ഒരു കാര്യം ചെയ്യും, നല്ലൊരു ഡാൻസും പാട്ടും കളിക്കാൻ അവിടെ വെച്ചിട്ട് കല്യാണോട് പോരോ? ഡാൻസ് അറിയില്ലടേ. ഇങ്ങോട്ട് പാടാ, ഞാൻ കളിച്ചാ കളിക്കാൻ പറ്റൂ. മംഗളം കൂടെ കളി പറഞ്ഞു സൊറ പറഞ്ഞു ഞങ്ങളും കുളിരും മധുവിധുവിൽ കള്ളനോട്ടമൊന്ന്
നോക്കി നിന്നതു പെണ്ണിനുള്ളില് തന്നെ തിന്നതു. പൊയ്യാരോ പൊയ്യാരോ നിന്നെ കണ്ടു. കാറും കാറും നാളെ കണ്ടു. നല്ലേ ആ ഗ്യാപ്പിൽ വന്ന് തൂവല് പറിച്ചാഞ്ഞില്ലേ? എന്ത് സ്വഭാവമാണത്? അവർ ആണോ? അയ്യോ, ഓക്കെ ഞാൻ വരാം എന്താണ് ആൺകുട്ടിയാണ്? എന്റെ പൊന്നോ, എന്താണ് ജമൈക്കയല്ല വിളിച്ചേ, ജമൈക്കന്നോ? ഹുസൈൻ ബോട്ടി. മറ്റേ ഓട്ടക്കാരനോ? ഓ. ഓൻ എന്നെ വിളിച്ച് എന്നെ അവിടെ മത്സരത്തിന് വിളിച്ചിക്കാ. ഓട്ടമത്സരത്തിന് വിളിച്ച് ആ. നിന്റെ മുളക്ക് രക്ഷപ്പെട്ടില്ലേ? ആ. രക്ഷപ്പെട്ട സീനാണ്. അല്ലേ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിക്കാൻ എന്നോട്. എന്ത് കാര്യം? ഈ പറയുന്നില്ല, ഈ മറ്റേ മൊയിലും കൂടെ ഓട്ട മത്സരത്തിൽ ഓടി ജയിച്ച് ജനങ്ങൾക്ക് മൊത്തം അറിയാവുന്ന കഥയത്. പിന്നെ സത്യസന്ധമായിട്ട് ഒരു ഉത്തരം പറയണേ. എന്തുത്തരോ? അങ്ങനെ ഓട്ട മത്സരത്തിന് റഫറി ഉണ്ടേനോ? കാണാൻ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉണ്ടേനോ? സത്യം പറയാമേ, തന്നെയാണോ ജയിച്ചത്? ഞാൻ തന്നെയാണ് ജയിച്ചത്. കള്ളത്തരം പറയരുത്. മൊയിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ മൊയിലിനെ അങ്ങോട്ട് വിളിച്ചു എന്റെ മുന്നിൽ നിങ്ങൾ രണ്ടാൾ ഓടി കാണിക്കേണ്ടി വരും. എടോ, ഞാൻ തന്നെയാ ജയിച്ചത്. കള്ളത്തരാണെങ്കിൽ വഞ്ചന കുറ്റത്തിനകത്ത് പോണ്ടി വരും. തമാശയല്ല, സത്യം എന്നോട് പറഞ്ഞോ? വേണ്ട, എന്നോട് മാത്രം ഞാൻ പറയാം. എന്നോട് സത്യം ഇത് പറയൂ. ഒരാളോടും പറയാം. ഞാൻ ആരോടും പറയില്ല, സത്യം പറയൂ. അതെ, ആ. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഞാൻ ഉണ്ടായിരുന്നു. ഉണ്ട്. ആ. ഫിനിഷിംഗ് പോയിന്റിൽ ഞാൻ എത്തി. മനസ്സിലായില്ല. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഞാൻ ഉണ്ടായിരുന്നു. ഫിനിഷിംഗ് പോയിന്റിൽ ഞാൻ എത്തി. ഇത് തെളിച്ച് പറയത്. എടാ പൊട്ട, ഞങ്ങള് ടിൻസുകളാടാ. ഇരട്ടകളോ? ആ, അതിൽ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നത് എന്റെ അനിയത്തിയാ. ഞാൻ ആദ്യമേ പോയിട്ട് ആ ഫിനിഷിംഗ് പോയിന്റിലാണ് നിന്ന്. അങ്ങനെയാ ഞാൻ ജയിച്ചേ. എന്റെ കാട്ട് കള്ളന്മാരെ, അയ്യോ എന്റെ അനിയത്തിയും കൂടെ ചെന്ന് ആ പൊട്ട മോയിലി കണ്ട ജനങ്ങളീ മൊത്തം 2021 വർഷം പറ്റിച്ചാലേ ഞാനും പറ്റിപ്പോയി. ഇതിനകത്ത് ഞാൻ ചെറിയ മക്കളൊക്കെ പഠിക്കുന്നുണ്ടല്ലോ, ഇയാണ് ജയിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞ കാട്ട് കള്ളത്തിയെ. എന്തേലും പറയുമ്പോ തല വലിക്കുന്ന സ്വഭാവം ഇനിയും നിർത്തിയില്ല കിട്ടല്ല. കാട്ട് കള്ളത്തെ പൊക്കടി തല പൊക്കടി. പോണ വഴി ഏത്? ഉട്ടോപ്പേടെ തെക്കേത് പോവരുതേ. ഓടാൻ സമ്മതിക്കില്ല. എങ്ങോട്ടാണ് ഓടുന്നത്? ഏതാ? പോണ വഴി ഏത്? എങ്ങാട്ട് പോയാ മതി.